ജീവിതവും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും വളരെ നല്ലൊരു പാഠമാണ്. അപ്പോൾ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചോളാം. ആദ്യത്തെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം. ചിലർക്ക് വൈദികനാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ചിലർക്ക് സിസ്റ്റേഴ്സ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അതുപോലെ ഡോക്ടർ, എൻജിനീയർ, അതുപോലെ പൈലറ്റ്, അതുപോലെ നല്ല കർഷകൻ, ബിസിനസ്മാൻ, പിന്നെ ഒന്നുമില്ലെങ്കിൽ ചില ആൾക്കാർക്ക് വിദേശത്തേക്ക് പോയാൽ മതി. അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരിനെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു ജോലി എന്നുള്ള ഒരു ലക്ഷ്യം. ഞാൻ ടീച്ചറാവണം, അല്ലെങ്കിൽ ഞാൻ വൈദികനാവണം, ഞാൻ സിസ്റ്റർ ആവണം, അല്ലെങ്കിൽ ബിസിനസ്മാൻ ആകണം, ഗവൺമെൻറ് ജോലി നേടണം, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലിയിലേക്ക് കടക്കണം എന്നുള്ള സ്വപ്നങ്ങൾ ഏകദേശം 17-18 വയസ്സാവുന്ന നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് കടക്കാനായിട്ട്. നന്നായി ജീവിക്കേണ്ടത് നമുക്ക്. അടുത്തതാണ്, ക്രിസ്തീയ ദർശനത്തിലൂടെ നമുക്ക് ഈ ജീവിതം ചെയ്യണം. അത് നല്ല ടീച്ചറാകുമ്പോൾ ഒരു ക്രിസ്തീയ ദർശനമുള്ള ഒരു ടീച്ചർ, നല്ല ഡോക്ടർ ആകുമ്പോൾ ക്രിസ്തീയ ദർശനമുള്ള ഡോക്ടർ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ക്രിസ്തീയ ദർശനമുള്ള ഒത്തിരി ഡോക്ടർമാർ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡോക്ടർ ബെഡ്സി ഗൈനക്കോളജിസ്റ്റാണ് തൃശ്ശൂരത്തെ, ഒരു ക്രിസ്തീയ ദർശനമുള്ള ഒരു ഡോക്ടറാണ്. ഫിൻഡോ ഡോക്ടർ, വീഡിയോയിലൊക്കെ കാണാറുണ്ട്, ഫിൻഡോ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫിൻഡോ ഡോക്ടർ. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട്, ഡോക്ടർ ടോണി ഡോക്ടർ ഓർത്തോ ഡോക്ടറാണ്. ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുകയും, അതുപോലെ ഡോക്ടർ നോബി എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ഈശോനെ പ്രഘോഷിക്കുകയും എന്നാൽ തൻ്റെ പ്രൊഫഷനിൽ വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഡോക്ടർമാരുണ്ട്. അതിൽ വക്കീൽമാർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്, അതൊക്കെ അങ്ങനത്തെ പ്രൊഫഷനിനോടൊപ്പം തന്നെ ക്രിസ്തീയ ദർശനത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ എന്താ ക്രിസ്തീയ ദർശനം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പായിട്ട് തന്നെ ക്രിസ്തീയ ദർശനത്തെ നോക്കണ മുമ്പ് മറ്റു ദർശനങ്ങൾ എന്തൊക്കെയാണ്, ഈ സമൂഹത്തിലുള്ള മറ്റു ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും ഗ്രീക്ക് ദർശനം, ഹൈന്ദവ ദർശനം,